മനസ്സിലായല്ലോ? കമ്പനിക്ക് തിരിച്ചു കിട്ടാനുള്ള തുക തിരിച്ചു പിടിക്കുന്ന സെക്ഷനാണ് നമ്മുടേത്. ഒരു കോള് കൊണ്ടൊന്നും ഈ സാറന്മാര് പിടി തരൂല. പല പ്രാവശ്യം വിളിച്ച് അലിവ് തോന്നി വല്ലതും തിരിച്ചടച്ചാലായി. അപ്പൊ ഇവരൊന്നും തിരിച്ചടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ദേവേട്ടാ? അടച്ചില്ലെങ്കിൽ എന്താ, അവനെ അവസാനം നമ്മൾ എഴുതി തള്ളും. അല്ലാതെന്താ? ഓ, അപ്പൊ കമ്പനി നഷ്ടത്തിലാവില്ലേ? ഇതൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ഉള്ള കമ്പനിയല്ലേ പാറു. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ അവര് തരും. ഓ, അങ്ങനെയാണല്ലേ. ശരിക്കും പറഞ്ഞാ നമുക്ക് ഈ കാർഡിന് ആവശ്യമുണ്ടോ ദേവേട്ടാ? നമ്മക്കെന്തിനാ? ഇതൊന്നും ശരിയല്ലേ പാറു. അതല്ല ദേവേട്ടാ, നമ്മള് മലയാളികൾക്ക് ഈ കാർഡിന് ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചേ. എവിടുന്ന്? ഈ സായിപ്പന്മാരെ അനുകരിക്കലല്ലേ നമ്മൾ മലയാളികളെ പണി. എന്തായാലും എല്ലാം കൂടെ ഒന്നും ഇപ്പൊ പഠിക്കണ്ട. ഇന്ന് ഇത്രയും മതി. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാം. അത് ദേവേട്ടാ, പെട്ടെന്നെല്ലാം പഠിച്ചെടുത്ത് ഒരു മാസം സാലറി ഒക്കെ വാങ്ങി പിന്നെ പോരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കല്. അന്ന് ഈ എന്തെങ്കിലും പറയണ്ട. അന്ന് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താ? എന്നാ ഡ്രസ്സിംഗ് സെൻസ് എന്റെ പാർവതി മോക്ക്, പറയാതിരിക്കാൻ വയ്യ. ഡ്രസ്സിംഗില് മാത്രമല്ല, സെൻസ് എല്ലാ കാര്യത്തിനും വളരെ അത്യാവശ്യമാണ് ദേവേട്ടാ. ദേവേട്ടനൊരു സംശയം. ഇത് പാറു ദേവേട്ടനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ? ഛേ, എന്താ ദേവേട്ടാ അത്? എന്താ ഒരു സംശയം? ദേവേട്ടനല്ലാതെ ഞാൻ വേറെ ആരെ ഉദ്ദേശിക്കുക? എനിക്ക് ദേവേട്ടൻ ഉദ്ദേശിക്കാനുള്ള ഫ്രീഡം പോലും ഇല്ലേ? അയ്യോ, എന്തെങ്കിലുമൊക്കെ അധികാരം ദേവേട്ടനിൽ ഉണ്ടെങ്കിൽ അത് പാറുവിന് മാത്രമാ, അറിയോ? ദേവേട്ടാ, എന്റെ ഫ്രണ്ട് കുറച്ചു നേരമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാ. അതിനെന്താ പാറു, ഈ ഓഫീസ് പാറുവിന്റെയും കൂടെയാ. പാറുവിന്റെ ഏത് ഫ്രണ്ടിന് വേണമെങ്കിലും ഈ ഓഫീസിൽ വന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതല്ല, എനിക്കൊന്ന് പോണായിരുന്നു. ഒരു കണക്കിന് വഴിപാടും പ്രാർത്ഥന നടത്തിയിട്ടാ പാറു ഇവിടെ ജോലിക്ക് വന്നത്. അപ്പം വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ടാ വലുതല്ലേ? അയ്യോ ദേവേട്ടാ, ഞാൻ ഓ, എവിടെയാ ഞാൻ വെച്ചേ? എന്താടി, എന്താ കിടന്ന് തപ്പുന്നത്? എന്റെ ഫേസ് പാക്ക് കാണാനില്ല റോയ്ച്ച. ഈ പാതിരാത്രിക്ക് എന്തിനാ നിനക്ക് ഫേസ് പാക്ക്? പാതിരാത്രിയിൽ എന്താ പോയ സാധനം തപ്പിയെടുക്കണ്ടേ? എടി, അതൊരു അത്യാവശ്യ സാധനമാണോ? അല്ലല്ലോ. അതേലോ, നാളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ. ഈ കോലത്ത് ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാ? എടി, അത് നാളെയല്ലേ, അത് വിട്, നമുക്ക് തപ്പിയെടുക്കാം പോരെ? യോ, പറ്റത്തില്ല. ഇന്ന് ഇതിട്ട് ഫേഷ്യൽ ചെയ്തിട്ട് നാളെ ആ കല്യാണ വീട്ടിൽ പോയി 10 പേരെ കാണിക്കുന്നത് വരെ ഈ വെപ്രാളം കാണും. ആ, കാണുവാടാ. ഏതായാലും നിന്റെ ഒരു മൊബൈൽ ഫോൺ പോയപ്പോ ബോധം കിടന്നേക്കാളും ഭേദമാണത്. അത് പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഊർജ്ജം കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഒരു നമ്പർ ഇറക്കിയത്. ആ, എന്നാ പിന്നെ ഇത് എന്റെ ഒരു നമ്പർ തന്നെയാ. എല്ലാരും എന്റെ ഫേസ് പാക്ക് ഒന്ന് തപ്പിക്കേ. ഇതേ ലോകത്തിൽ ചെലവാകാത്ത കോടാനുകോടി നമ്പറുകളുടെ കൂട്ടത്തിൽപ്പെടുത്തിയത്. റോയ്ച്ച, എന്തോ ഇവന്മാരും എന്റെ ഫേസ് പാക്ക് എടുത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവന്മാർക്ക് എന്തിനാ നിന്റെ ഫേസ് പാക്ക്? നീ വെറുതെ അവരെ തെറ്റായിരിക്കല്ലേ? അവന്മാരല്ലെങ്കിലേ സുന്ദരന്മാരല്ലേ? ആഹാ, അപ്പൊ ഞാൻ സുന്ദരിയല്ലെന്നല്ലേ? എന്തരടാ ഇവിടെ പ്രശ്നം? ഈശ്വരാ, അത് മൊത്തം തീർത്തു. ഇല്ല മോളെ, മൊത്തം തീർന്നിട്ടില്ല, ഇത്തിരിയും കൂടെ ഉണ്ട്. മോക്ക് വേണ്ടി വെച്ചിരുന്നേ. ഈ പണി മൊത്തം എനിക്ക് വെച്ചത് പോരാഞ്ഞിട്ടാ? അല്ല സണ്ണിച്ച, ഇതെന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ലടാ മക്കളെ, വൈകുന്നേരം കണ്ണാടി നോക്കിയപ്പോ മുഖത്തിനൊരു വാട്ടം. അപ്പൊ നോക്കിയപ്പോ ഈ ക്രീം അവിടെ ഇരിക്കുന്നു. ഒന്ന് ശ്രമിച്ചു നോക്കിയതാ. ഇപ്പൊ കുഴപ്പമായി വരുന്നുണ്ടോന്നൊരു സംശയം. ഇത് മൊത്തം തീർത്തു. അത് ചെറുതായിരുന്നല്ലേ മോളെ? എന്റെ മുഖം ചെറുതല്ലേ റോയ്ച്ച? ഈ ഭീകര തലയ്ക്ക് ഇങ്ങനത്തെ 2 എണ്ണം വേണം. നീ എന്താ പറഞ്ഞ? ഭീകരന്റെ തലേ? സണ്ണിച്ചായനെ കുറിച്ച് നീ അങ്ങനെ പറഞ്ഞ ശരിയായില്ല. നീ പോടാ.